ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ ചെറുപയർ എരിശ്ശേരിയാണ്. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു മത്തങ്ങയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ മത്തങ്ങ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഒരു ബൗൾ വേണം. അടുത്തത് വേണ്ടത് ചെറുപയറാണ്. ചെറുപയറും ഒരു ബൗൾ ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായി തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു കുക്കറിലോട്ട് ഞാനിവിടെ ചെറുപയറും മത്തങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യമായിട്ട് 2 കപ്പ് വെള്ളമുണ്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇത് 4 വിസിലടിക്കണം. അപ്പോൾ 2 കപ്പ് വെള്ളം മതിയായിരിക്കും. ഇനിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് 4 വിസിലടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഗ്യാസിൽ വയ്ക്കാം. കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഇവിടെ അരമുറി തേങ്ങയും 2-3 പച്ചമുളകും 2 ചുവന്നുള്ളിയും കുറച്ച് ജീരകം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ അരച്ചെടുക്കുവാൻ വേണ്ടി അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 സ്പൂൺ എടുത്തിട്ടുള്ളൂ. അധികം ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ കുറവിടുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ച് നമുക്കെടുക്കാം. ഈ ഒരു പരുവത്തിൽ കിട്ടുന്നതായിരിക്കും. മത്തങ്ങയും ചെറുപയറും കുക്കറിൽ വെച്ചിട്ട് ഇപ്പോൾ 4 വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു തവി വെച്ചിട്ട് നല്ലപോലെ ഉടച്ച് കൊടുക്കാം. മത്തങ്ങയും ചെറുപയറും നല്ലപോലെ യോജിക്കുന്ന രീതിയിൽ ഉടച്ച് കൊടുക്കാം. ഇത്രയും നിങ്ങൾക്ക് നല്ലപോലെ ഉടയണം എന്നില്ലെങ്കിൽ അതുപോലെ ഉടക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം രീതിയിലായാലും മതിയായിരിക്കും. ഇപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ മിക്സ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് അധികം നേരം ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതിയായിരിക്കും. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കടുക് വറക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. കടുക് വേണം. ഉള്ളി 2-3 എണ്ണം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. 2 തണ്ട് കറിവേപ്പില, 3/4 സ്പൂണോളം അരി, പിന്നെ വറ്റൽമുളക് 2 എണ്ണം, 2 ടീസ്പൂൺ തേങ്ങ. നമുക്കൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ അടുത്തത് അരി ഇട്ട് കൊടുക്കാം. അരി നല്ലപോലെ മുരിഞ്ഞ് വരണം. അരി നല്ലപോലെ മുരിഞ്ഞ് വരുമ്പോൾ കറിവേപ്പിലയും അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വറ്റൽമുളകും തേങ്ങയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മറ്റ് കറികളെ പോലെ എളുപ്പത്തിൽ കടുക് വറക്കാൻ പറ്റത്തില്ല. കുറച്ച് താമസം എടുക്കും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം വേണമെങ്കിൽ കുറച്ച് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറാവണം. അതുവരെ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് മതി, അല്ലെങ്കിൽ എളുപ്പം കരിഞ്ഞു പോകും. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മത്തങ്ങ ചെറുപയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.